ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ അശ്വതി. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്നൊരു പോയത്തിൻ്റെ ഓവറോൾ മലയാളം സമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ആ ഓഡിൻ്റെ തീം എന്താണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പോയറ്റിനെ പറ്റി, ജോൺ കീറ്റ്സിനെയൊക്കെ പറ്റി നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും സെയിം അതേ പോയം തന്നെ, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്ന ജോൺ കീറ്റ്സിൻ്റെ പോയം തന്നെ ലൈൻ ബൈ ലൈൻ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പോൾ HSIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസ് അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. മനസ്സിലാക്കാൻ മാത്രമല്ല, അതിൻ്റെ ഡീറ്റെയിൽസ്, ഓരോ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ വീഡിയോയിൽ ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ റൈമിങ് സ്കീം എന്താണെന്ന് പറയുന്നുണ്ട്. അതും സ്റ്റാൻസ വൈസ് റൈമിങ് സ്കീം എന്താണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഏത് മീറ്ററാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സമ്മറി മാത്രം മതിയെന്നുള്ളവർ ആദ്യമേ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് അതിനുശേഷം ഈ മീറ്ററും റൈമിങ് സ്കീമും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് സെക്ഷൻ കണ്ടാലും മതിയാവും. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർക്ക് ഈ വീഡിയോ തീർത്ത് കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ പോയത്തിൻ്റെ എത്ര ലൈൻസ് ഉണ്ട് എന്നൊക്കെ അറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. ടോട്ടൽ 50 ലൈൻസ് ഉള്ള പോയമാണിത്. അതിൽ 10 ലൈൻസ് അല്ല, 5 സ്റ്റാൻസാസ് ആയിട്ടാണ് ഈ പോയറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ അപ്പോൾ ഇതിനുള്ളത് 50 ലൈൻസാണ്. ആ 50 ലൈൻസിനെയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലൈൻ ബൈ ലൈൻ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ, ഒരു റിവിഷൻ പോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. Though still unravished bride of quietness, though fostered child of silence and slow time, sylvan historian who can't thus express a flowery tale more sweeter than our rhyme. What leaf-ringed legend hunt about the shape, the deities or mortals or of both, that in temper or the dale of ugly, what men or god are these, what maiden loath, what mad pursuit, what struck to escape, what pipe that trembles, what wild escape. ഇതിൽ ഫസ്റ്റ് ലൈനിൽ ദോ സ്റ്റിൽ അൺറാവിഷ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നസ്. ഇവിടെ image walking into a room of a museum and seeing a young man talking to an ancient pot. That's what entering this poem is like. He talked to the urn as if it were a beautiful woman. He calls her the unravished bride of quietness, which if taken literally would means that the urn is married to a guy named Quietness. But wait, we can't get married, but an urn can't get married, so he probably just mean a really old pot and quietness go ahead in hand. Imagine the speaker standing in some big empty museum and it's easy to see where the quietness thing come from. ഈ പോയം തുടങ്ങുന്നത് തന്നെ ഒരു ഇമേജ് കാണിച്ചിട്ടാണ്. ഒരു മ്യൂസിയത്തിൽ ഒരു റൂമിൽ ഒരു യങ് മാൻ ഒരു ഏൻഷ്യൻ ഏണിനോട് സംസാരിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഏണിനെ നോക്കുവാണ്, ഏണിനെ നോക്കി എന്തൊക്കെയോ പറയുന്ന പോലെ. ഏൺ എന്താണെന്ന് അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിതാഭസ്മമൊക്കെ സൂക്ഷിക്കുന്ന ഒരു പോട്ട്. ഗ്രീഷ്യൻ ഏണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഏണിൽ ഒത്തിരി ആർട്ട് വർക്ക്, പിക്ചേഴ്സ് ഒക്കെ എൻഗ്രേവ് ചെയ്തിരിക്കും. ഇവിടെ ആ ഏണിനെ ഒരു ബ്യൂട്ടിഫുൾ വുമൺ ആയിട്ടാണ് പോയറ്റ് പറയുന്നത്. ഹീ കോൾസ് ഹെർ അൺറാവിഷ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നസ്. ലിറ്ററി പറഞ്ഞാൽ ഏൺ ഒരു പയ്യനെ മാരി ചെയ്തു, അതാരാണ്? ക്വയറ്റ്നസ് ആണ്. പക്ഷേ ഏണിന് ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് പോയറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, പോയറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ബിഗ് എംപ്റ്റി മ്യൂസിയത്തിലാണ്. അവിടെ എപ്പോഴും ഒരു മ്യൂസിയം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ എപ്പോഴും ഒരു ക്വയറ്റ്നെസ് ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ ആ ഒരു ക്വയറ്റ്നെസ്സിൻ്റെ ഉള്ളിൽ ഈ ഏൺ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വാട്ട് അബൌട്ട് സ്റ്റിൽ അൺറാവിഷ്ഡ്? ഇറ്റ് മൈറ്റ് നോട്ട് സീംസ് ലൈക്ക് ഇറ്റ് ഈസ് ഓൺ ദ സർഫേസ്, ബട്ട് ദിസ് ഈസ് എ സെക്സി പോയം. ദ വേർഡ് റാവിഷ് മീൻസ് ടു ടേക്ക് ഓർ ക്യാരി അവേ സംതിങ് ബൈ ഫോഴ്സ്. And more directly, it means to have violence, passionate sex with someone. But this urn hasn't been ravished yet, even though she is married to quietness. Actually, he is saying that the urn has
its life in quietness and museum or buried in some Greek grains, but it's still in great condition and has in suffered a major damage. ഇവിടെ ഫസ്റ്റ് ലൈനിൽ എന്താ പറയുന്നതെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ഏൺ ക്വയറ്റ്നെസ്സിനെ മാരി ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഷീ ഈസ് ഇൻ ഗ്രേറ്റ് കണ്ടീഷൻ ആൻഡ് സീ ഹാസ് ഇൻ സവർ എ മേജർ ഡാമേജ് ചെയ്യുക. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഏൺ ക്വയറ്റ്നെസ്സിനെ മാരി ചെയ്തെങ്കിലും അവർ ഇതുവരെയും ഒരു സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഏൺ ഇപ്പോഴും ഭയങ്കര ബ്യൂട്ടി ആയിട്ട്, ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിട്ട്, ഭയങ്കര ഫ്രഷ് ആയിട്ട് ആണ് ഇരിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ലൈൻ 2 നോക്കാം. The foster child of silence and slow time. The urn is called the foster child of silence and slow time. A foster child is a kid who is adopted and raised by people other than his or her own parents. In this case, the urn has been adopted by silence and slow time, which if anything sounded like an even more boring couple than Mr. Urn and Mrs. Quietness. This point is that the pot is thousands of years old and it has spent most of its time buried in rubble or tucked away in the corner of some museum or some private collection house. But these were not its original circumstances. ഇവിടെ സെക്കൻഡ് ലൈനിൽ ഏണിനെ പോയിട്ട് ഫോസ്റ്റർ ചൈൽഡ് എന്നാണ് വിളിക്കുന്നത്. ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം പാരൻസ് വളർത്തുന്ന കുട്ടിയല്ല, അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അഡോപ്റ്റഡ് ആൻഡ് റൈസ്ഡ് ബൈ പീപ്പിൾ അതർ ദാൻ പാരൻസ്. ഇവിടെ പറയുന്നത് ഏണിനെ ഒരു അഡോപ്റ്റ് ചെയ്ത ഒരു ചൈൽഡായിട്ടാണ്. സൈലൻസും സ്ലോ ടൈമും കൂടെ ഏണിനെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുവാണ്. ആദ്യം ഏണിനെ ക്വയറ്റ്നെസ് മാരി ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏണിനെ സ്ലോ ടൈമും സൈലൻസും കൂടെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുവാണ് എന്ന് പറയുന്നു. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഏണാണിത്. ആരുടെയോ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ഏൺ. ആ ഏൺ ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ സർക്കംസ്റ്റാൻസസിലല്ല, പകരം ഒരു മ്യൂസിയത്തിലാണുള്ളത്. ആ ഒരു സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെ ഒറിജിനൽ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മണ്ണിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചിതാഭസ്മവുമായിട്ടിരിക്കുന്ന ഒരു ഇതോ ആണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇതുള്ളത് ഒരു ഒറിജിനൽ, അതിൻ്റെ ഒരു തനതായ ഒരു ഒറിജിനൽ സർക്കംസ്റ്റാൻസസിലല്ല, പകരം മറ്റൊരു സർക്കംസ്റ്റാൻസസിലാണ്. അതിനെയാണ് അഡോപ്റ്റഡ് ചൈൽഡ്, ഒറിജിനൽ പാരൻസ് വളർത്തുന്നതല്ല, അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നു എന്നുള്ള മീനിങ്ങിൽ പറയുന്നത്. The true parents of the urn would have been a Greek artist who created it. അത് മാത്രമല്ല ഈ പോട്ടൊരു സെറിമണിയൽ യൂസിന് ഉപയോഗിക്കുന്നതാണ്, റാദർ ദാൻ pretty thing to look at. But after the decline in Greek civilization, the pot lived on the edge in silence outside the vibrant culture in which it created. ഇപ്പോൾ ആ ഒരു ഗ്രീക്ക് സിവിലൈസേഷന് ശേഷം ആ പോട്ട് ഇപ്പോൾ ജീവിക്കുന്നത് സൈലൻസിലാണ്, അതിൻ്റെ തനതായ ഒരു കൾച്ചറിലല്ല ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇൻ ലൈൻ 3 and 4 നോക്കാം. Sylvan historian who can't thus express a flowery tale more sweeter than our rhyme. So far, the speaker has addressed to the urn by a bunch of different name and title. Now, this line gives us the urn job or profession what is. Sylvan historian. Sylvan is just a word derived from Latin that refer to wood or forest. This make the urn a historian of people who lives in forest. It is a storyteller and a darn good one. In fact, the urn is a better storyteller than the poet. ഇവിടെ പോയറ്റ് ഈ ഏണിനെ ഒത്തിരി ടൈറ്റിൽസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഏണിനെ ഒരു ഹിസ്റ്റോറിയൻ ആയിട്ടാണ് പറയുന്നത്. ആൻഡ് സിൽവൻ എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡാണ്, ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വേർഡാണ്. മീനിങ് എന്താണ്? വുഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഇവിടെ പോയറ്റ് പറയുന്നത് ഈ ഏൺ പോയറ്റിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ് എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. The urn tells stories using pictures while the rhymes, the tale told by the urn is flowery and sweet. അപ്പോൾ ഈ ഏൺ എങ്ങനെയാണ്? ഏണിൽ വരച്ചു വെച്ചിരിക്കുന്ന പിക്ചേഴ്സിലൂടെയാണ് ഏൺ നമുക്ക് സ്റ്റോറി പറഞ്ഞു തരുന്നത്. അത് വളരെ സ്വീറ്റും ഫ്ലവറിയും ഒക്കെയാണ് ആ സ്റ്റോറി. And the urn depicts scene that sets in nature, but the story told on an urn is also flowery in more literary sense. Illustration of urns were often framed by a pattern of leaves and flowers. ആ ഏൺ സ്റ്റോറി പറയുന്നത് എങ്ങനെയാണ്? യൂസിങ് പിക്ചേഴ്സ് ആണ്, നേച്ചറിൽ കാണുന്ന സീൻസ് ഒക്കെ വെച്ചാണ് ആ ഏൺ സ്റ്റോറി പറയുന്നത്. ഇനി ലൈൻസ് 5 to 7 നോക്കാം. What leaf wrinkled legend hunts about the shapes of deities or mortals or of both, in tempest
or the Dale of Arcady. Having established that the urn is a storyteller, now it's time to get to the story. This is the part when our speaker leans in to take a closer look at urn. He's trying to figure what's going on the carved picture that encircled it. Remember how we told you that the illustration on Greek urn were bordered with the patterns of leaves and flowers? It hunts. This is another pun because hunts can just mean to exist in a certain place, but it has the obvious connection to the dead. Indeed, we would expect that all the characters of the story that was first told thousands of years ago would be dead by now. And who are the characters? The speaker is wondering, are they god or just human being? In ancient Greek, all the gods were represented as looking like people, so you wouldn't always be able to tell the difference between the people in the picture. ഈ ഗ്രീക്ക് ഏണിൽ കൂടുതലും കാണുന്ന പിക്ചേഴ്സ് എന്തിൻ്റെയൊക്കെയാണ്? ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ ക്യാരക്ടേഴ്സും ആ ഏണിൽ പിക്ചേഴ്സ് എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടേഴ്സൊക്കെ ഹ്യൂമൻ ബീയിങ് ആണോ അതോ ഗോഡാണോ എന്നാണ് ഇവിടെ പോയറ്റ് സംശയിക്കുന്നത്. ഏൻഷ്യൻ ഗ്രീക്കിൽ ഗോഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? റെപ്രസെൻറ്റഡ് ആസ് ലുക്കിംഗ് ലൈക്ക് പീപ്പിൾ. അതുകൊണ്ട് തന്നെ പിക്ചേഴ്സിൽ കാണുമ്പോൾ ഇത് ഗോഡാണോ അതോ നോർമൽ മാൻ ആണോ എന്ന് പോയറ്റിന് ഇവിടെ മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് ഗ്രീക്കിലെ ഇതൊക്കെ നോക്കുമ്പോൾ അറിയാമല്ലോ, അവിടുത്തെ ആ ഒരു ഗോഡിനെയും ഗോഡസിനെയൊക്കെയും ഹ്യൂമൻ ബീയിങ്ങിനെ പോലെയാണ് ലിറ്ററേച്ചറിലൊക്കെ ആണെങ്കിലും പറയുന്നത്. അതുപോലെ സ്പീക്കർ ഈസ് ഓൾസോ വണ്ടറിങ് വേർ ദ സ്റ്റോറി ടേക്ക് പ്ലേസ്. അതേപോലെ സ്പീക്കർ വണ്ടർ ആവുകയാണ് ഈ കഥ നടക്കുന്നത് എവിടെയാണ്. ആൻഡ് വെൻ ഹിസ് നോളജ് ഓഫ് ഏൻഷ്യൻ ഗ്രീക്ക് ഹി ത്രോസ് ഔട്ട് എ കപ്പിൾ ഓഫ് നെയിംസ് ആസ് ടെംപ് ലൈക്ക് ദാറ്റ്. അതായത് അദ്ദേഹത്തിന് ഏൻഷ്യൻ ഗ്രീക്കിലെ കുറേ ഹിസ്റ്ററീസും അതിനെപ്പറ്റിയുള്ള അറിവും ഉള്ളതുകൊണ്ട് കുറേ ഇവിടെ ഈ ഒരു ലൈൻസിൽ കുറച്ച് ഗ്രീക്ക് ദേവന്മാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഇത് ടെമ്പാണോ ആർക്കഡി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് പറയുന്നത് ഈ സ്റ്റോറി നടക്കുന്നത് ഒരു ഡെയിലാണ്. ജസ്റ്റ് ഈ ഡെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാലി, ജസ്റ്റ് എ വാലി. And these places are stock names that refer to really beautiful rural region where farmers, shepherds and other country folk live. This of blue sleeves, bubbling brooks, lush trees and fleecy white sheep. അപ്പോൾ ഇങ്ങനെ വൈറ്റ് ഷീപ്പും അങ്ങനെ എല്ലാം ഉള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂറൽ റീജിയനിലാണ് ഇത് നടക്കുന്നത്. അവിടെ ഫാമേഴ്സ് ഷെപ്പേർഡും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ലൈൻ 8 to 10 നോക്കാം. When men or gods are these, what maiden loth, what mad pursuit, what struck to escape, what pipes and timbrels, what wild escape. Keats is playing a clever trick here under the guise of having the speaker try to figure out what on the picture. Keats is really telling about the story. Speaker repeats a question about deities or mortals in more casual language. Are they men or god? ഇവിടെ എന്താണ് ഏണിലുള്ള പിക്ചേഴ്സ് എന്ന് നോക്കാൻ പോവുകയാണ്. ഇവിടെ കീറ്റ്സ് എന്താണ് അത് ആ പിക്ചേഴ്സ് പറയുന്ന കഥ ഇവിടെ കീറ്റ്സ് നമ്മളോട് പറയാൻ പോവുകയാണ്. അതേപോലെ തന്നെ സ്പീക്കർ സെയിം ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ ഈ ലൈൻസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വരച്ച് വെച്ചേക്കുന്നത് മെന്നാണോ അതോ ദൈവമാണോ? ഹിയർ it helps to have a little background into a very common ancient Greek theme. A bunch of lustful guys chasing a bunch of nice girls around and trying to get some action. Very often the male would be half man, half god, type of creature called satyrs. But Keats doesn't mention anything about satyrs, so we can't jump into that conclusion. ഇവിടെ ഒരു ഇമേജ് എന്താണ് കാണിക്കുന്നത്? ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. കുറച്ച് ലസ്ഫുൾ ഗൈസ് ചേസ് ചെയ്യുന്നു, ഒരു ബഞ്ച് ഓഫ് നൈസ് ഗേൾസിനെ ചേസ് ചെയ്യുന്നു. ഇവിടെ മെയിൽ വുഡ് ഹാഫ് മെൻ ആൻഡ് ഹാഫ് ഗോഡ്. ഇവിടെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്രിയേച്ചറിനെയാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ആ ഒരു പകുതി മാനും പകുതി ഗോട്ടും ആയിട്ടുള്ള അതേപോലത്തെ ഒരു വൈൽഡ് ആയിട്ടുള്ളൊരു ക്രിയേച്ചർ. പക്ഷേ ഇത് ഇന്ന ക്രിയേച്ചറാണ്, അത് ഇതിനെ സറ്റയർ എന്നാണ്, സറ്റയേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ
അത് കറക്റ്റ് ഇന്ന ആളാണ് അല്ലെങ്കിൽ അത് സറ്റേഴ്സ് ആണെന്ന് അതിനെപ്പറ്റി ഒന്നും ഇവിടെ കീറ്റ്സ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് അതാണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഈ മൂവിയിൽ ഒരു സോങ്ങില്ല എന്നോട് നീ ഇരുന്നാൽ, ആ സോങ്ങിൽ വിക്രം വരുന്ന പോലത്തെ ഒരു രൂപത്തിൽ ഇങ്ങനെ ഒരു ആനിമൽ പ്ലസ് ഹ്യൂമൻ ആ ഒരു രീതിയിൽ വരില്ലേ, അതേപോലത്തെ ഒരു ഇമേജ് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇഫ് യു വാണ്ട് ടു ഹാവ് മോർ സിൻസ്റ്റേഴ്സ് ഇൻ്റർപ്രിറ്റേഷൻ യു ക്യാൻ ഇമാജിൻ ദാറ്റ് ദ വുമൺ ആർ ബീയിങ് ചേസ്ഡ് അഗെയിൻസ്റ്റ് ദെയർ വിൽ. അതായത് നമുക്ക് കുറച്ചുകൂടെ ഇതിൽ ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ വുമണിനെ ഈ ലസ്റ്റ്ഫുൾ ഗൈസ് ഫോളോ ചെയ്യുവാണ്, എന്നാൽ ആ വുമണിൻ്റെ വില്ലിന് എഗൻസ്റ്റായിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ചേസ് ചെയ്യുന്നത്. ഈ കയ്യെത്തും ദൂരത്തെന്ന് പറയില്ലേ, അതേപോലെയാണ് നടക്കുന്നത്. തൊട്ടടുത്തുണ്ട് പക്ഷെ എന്നാൽ പിടിക്കുന്നില്ല. അവളെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒട്ടും താല്പര്യമില്ല. അവളുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവളെ ചേസ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ദ ലൈൻ ബിറ്റ്വീൻ റേപ്പ് ആൻഡ് consensual sex was often extremely blurry in Greek myth. We are going to give these couples to the benefit of doubt, though imagine that the women are just being playful. They are loth to have sex, which means they are reluctant, but it could just be a teasing reluctance. In this picture, the guys are chasing the woman in a mad pursuit, which the woman struggle to escape. The cat and mouse scenario seems to be a game. It wouldn't make much sense to depict a serious chase scene and then include people playing instruments like pipes and cymbals. On a whole, everyone looks happy, but not just happy as in simply content. Everyone is running around and dancing. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ആ ഒരു വുമണിനെ ചേസ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ വുമണിൻ്റെ വില്ലിന് എഗൻസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് ലൈനിൽ പറയുന്നത് ഒരു പൈപ്പ് വായിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഒരു മരത്തിൻ്റെ കീഴിലിരുന്ന് അവർ ഭയങ്കര എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെയും ഡാൻസിങ് ഒക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി സ്റ്റാൻസ 2 നോക്കാം. Heard melodies are sweet, but those unheard are sweeter. Therefore you soft pipe play on. Note the sensual ear, but more endeared. Pipe to the spirit deities of no tone. Fair youth beneath the trees, though can't not leave. Thy song not ever can. Those tree be bare. Bold lover never canst thou kiss. Though winning near the god yet do never grieve. So she cannot fade. Thou hast not die forever. Wilt thou love and she be fair. ഇവിടെ ലൈൻ 12 and 13 നോക്കാം. Heard melodies are sweet, but those unheard are sweeter. Therefore you soft pipe played on. In this stanza, the speaker seems to have moved on another of the picture on the side of urn. As in the first stanza, there is a music playing. The music is being played in a pipe, which is like primitive version of a flute, unlike the wild party music of first stanza. The speaker arrives at the tartly counter-induced conclusion. He says that the melodies you don't hear are sweeter than those you don't. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസയുടെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ്. ഫസ്റ്റ് സ്റ്റാൻസയുടെ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നല്ലോ, അവിടെ ആ മരത്തിന് കീഴിലിരുന്ന് കുറച്ച് ആൾക്കാർ പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂട്ട് പോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ പഴയ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണാൻ സാധിക്കും, കാർട്ടൂൺസിലൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു പൈപ്പ് പോലത്തെ ഒരു സംഭവം, നമ്മുടെ അമ്പലപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പീപ്പ് പോലത്തെ ഒരു സംഭവം അത് വായിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റാൻസയിൽ ഈ ലൈനിൽ പറയുന്നത് ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലൈനാണ്. അത് മാത്രമല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ലൈനുമാണ്. അപ്പോൾ ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഏത് പോയത്തിലെയാണ് അറിയാലോ? ഓഡോണെ ഗ്രേഷ്യൻ ഏൺ എന്ന് പറയുന്ന പോയറ്റിലെ ലൈനാണ്. ഇവിടെ ഫസ്റ്റ് ആൻസർ എൻഡ് ചെയ്തപ്പോൾ പോയിട്ട് നമുക്ക് കാണിച്ചു തന്ന ആ ഒരു പിക്ചറുണ്ട്. മരത്തിൻ്റെ കീഴിലിരുന്ന് പൈപ്പ് പ്ലേ ചെയ്യുന്ന ഒരാളെ, അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനെ പറ്റിയാണ് ഇവിടെ ഈ സ്റ്റാൻസിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇവിടെ സ്പീക്കർ പറയുവാണ് നമ്മൾ കേൾക്കാൻ സാധിക്കാത്ത പോയ ആ മ്യൂസിക്കാണ് മോർ സ്വീറ്റർ എന്ന്. നമ്മൾ കേട്ട മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഏറ്റവും മനോഹരമാണ് നമ്മൾ കേൾക്കാതെ പോയ ആ ഒരു മെലഡി. ഇവിടെ പാരഡോക്സ് ആണ്. He treats the scenes on the urn as if they were real place or event and not just a depiction of a place. Real people are actually living on the urn, but they are frozen in time. The pipe played actually is a playing of song, but you can't hear the song because urns don't make sound.
The speaker is imagining what the song would like, and he likes that imagery songs inside his head is better than anything he has heard with his ears. ഇവിടെ ആക്ച്വലി ഏണിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറിൽ ഒരാൾ പൈപ്പ് പ്ലേ ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്കത് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? അതൊരു പിക്ചറാണ്. ഒരു പിക്ചറിൻ്റെ ഉള്ളിലാണ് അയാൾ ആ ഒരു പൈപ്പ് പ്ലേ ചെയ്യുന്നത് അല്ലേ? സോ അതിന് സൗണ്ട് ഉണ്ടാവില്ല. ബട്ട് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ സോളിലൂടെ ആ ബ്യൂട്ടിഫുൾ സൗണ്ട് കേൾക്കുന്നു. ആ സോങ് ഇത്രയും നാൾ ആ സ്പീക്കർ കേട്ട പാട്ടുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ സോങ്ങാണ്. ഇവിടെ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ തലയ്ക്കുള്ളിൽ, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കേട്ട ഈ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡുള്ള ഈ ഇയേഴ്സിൽ കേട്ട പാട്ടിനേക്കാളും, ചെവിക്കുള്ളിൽ കേട്ട പാട്ടിനേക്കാളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ഇൻ അതർ വേർഡ്സ് ഹി പ്രിഫേഴ്സ് ടു ദ വേൾഡ് ഓഫ് ഫാൻസി ടു ദ ഫിസിക്കൽ വേൾഡ്. അതായത് അദ്ദേഹം ഒരു ഫാൻസി വേൾഡിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഫിസിക്കൽ വേൾഡിനേക്കാളും ഒരു ഫാൻസി വേൾഡാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്. ഹി ടെൽസ് ദ soft pipe to keep playing even though he is the one who is making the pipe play by imagining them. In this sense, it's almost like he is talking to himself. He is both the musician and the audience. ഇനി ലൈൻ 13 to 14 നോക്കാം. Not to the sensual ear, but more endured, pipe to the spirit deities of no tone. Talk about the worried. The speaker is still giving order that only he can obey. He tells the pipe not to play his sensual or physical ear, but to the metaphysical ear of his spirit or imagination. The spiritual ear is more endured or cherished than his flesh and blood ears. As if they were strange enough, he has asked the pipe to play deities or of no tone. That is, songs that don't have any notes or sound, at least the real world imagery song. ഇവിടെ ഈ ലൈനിൽ പോയിച്ച് പറയുകയാണ്, ഈ പൈപ്പിലൂടെയുള്ള മ്യൂസിക് കേൾക്കുന്നത് എൻ്റെ സെൻഷ്യൽ ഓർ ഫിസിക്കൽ ഇയറിൽ കൂടെ കേൾക്കുന്ന ഒരു മ്യൂസിക് പോലെയല്ല. ചെവി കൊണ്ട് ഞാനിത് കേൾക്കുന്നത് എൻ്റെ ചെവി കൊണ്ടല്ല, പകരം ഞാൻ എൻ്റെ സ്പിരിറ്റ് അഥവാ എൻ്റെ ആത്മാവ് കൊണ്ടാണ് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. എൻ്റെ സോൾ കൊണ്ടാണ് ഞാൻ ഇത് ഇമാജിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ പാട്ട് എൻ്റെ ആത്മാവ് കൊണ്ട് കേട്ടപ്പോൾ എൻ്റെ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഇയേഴ്സ് കൊണ്ട് കേൾക്കുന്നതിലും ചെറിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ പോയിട്ട് ആ പൈപ്പിനോട് പറയുവാണ്, ആ സോങ് പാടാൻ ആ ഒരു നോട്ടോ അല്ലെങ്കിൽ സൗണ്ടോ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ഇല്ലാതെ ആ പാട്ട് വായിക്കുന്നുവെന്ന്. ആ ഇമാജിനേറ്റീവ് അല്ലെങ്കിൽ ഒരു ഇമാജറി സോങ് പാടുമെന്ന് ആ പൈപ്പിനോട് പോയിട്ട് പറയുകയാണ്. ഇനി ലൈൻ 15 and 16 നോക്കാം. Fair youth beneath the tree, thou canst no leaves, thy song not ever can those tree be bare. It's what a good-looking guy or a fair youth sitting under the tree, and his pipe was probably made of wood. ഇവിടെ ആ പൈപ്പ് വായിക്കുന്ന ആ ഒരു ഗുഡ് ലുക്കിംഗ് ഫെയർ യൂത്താണ്. അത് പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വുഡൻ മെറ്റീരിയൽ കൊണ്ടാണ് ആ പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വായിക്കുന്ന ആ മനുഷ്യൻ ഒരു മരത്തിൻ്റെ കീഴെ ഇരുന്നാണ് വായിക്കുന്നത്. ഹിയർ കംസ് Keats trick again. He treat the urn like a real place, and because this place never change, it means the guy under the tree will always be playing the same song in the same pose ever. ഇവിടെ ഏണിലെ ആ പിക്ചറിനെയാണ് പറയുന്നത്. എങ്കിൽ അതൊരു പിക്ചറാണ് എങ്കിൽ പോലും അതൊരു റിയൽ തിങ് പോലെയാണ് പോയറ്റ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ആ പ്ലേസ് ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. ആ മനുഷ്യൻ എന്നും ആ ഏണിനുള്ളിടത്തോളം കാലം, അത് എത്ര നാൾ ആ ഏൺ പൊട്ടാതെയോ നശിക്കാതെയോ ഇരിക്കുന്നോ അത്രത്തോളം കാലം ആ സെയിം പോസിൽ തന്നെ ആയിരിക്കും, ആ സെയിം സോങ് തന്നെ ആയിരിക്കും forever പാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? അതിനെ വരച്ച് വെച്ചേക്കാണ് അങ്ങനെ. അപ്പോൾ അതാ ഏണിൻ്റെ ഉള്ളിലുള്ളൊരു പിക്ചറാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. For the speaker, this is actually a good thing because the season never changes, the weather will always be nice, and the tree will never be bare without leaves. It's Eden, eternal spirit. സ്പീക്കറിനെ സംബന്ധിച്ചിടത്ത് ഇതൊരു നല്ല കാര്യമാണ്. കാരണം ആ വേൾഡ് ചേഞ്ച് ആവാതെ സ്റ്റിൽ ഫ്രോസൺ ആയിട്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ആ മരങ്ങൾ ഒരിക്കലും ഇല പൊഴിക്കില്ല. എപ്പോഴും ആ മരത്തിൽ സ്പ്രിങ് തന്നെ ആയിരിക്കും. കാരണം അത് ആ ഏണിലെ ആർട്ടാണ്, അതൊരിക്കലും മാറില്ല. അത് സ്വർഗം പോലെയാണ്, എറ്റേണൽ സ്പ്രിങ് ആയിരിക്കും അവിടെയും. നെക്സ്റ്റ് ലൈൻ 17 നോക്കാം, 17 തൊട്ട് നോക്കാം. ബോഡ് ലവർ നെവർ canst those kiss, though winning near the god, yet do not grieve. She cannot fade through hast, nor they bliss forever wilt, though love and she be fair. The sunset
construct on the fair youth, and the speaker reassurance that depict the possibilities of him never being able to kiss. He will love forever. There are some interesting symbols to play here. The tree which the youth stand beneath represent nature. The song which the young cannot leave. It is a symbol of art and expression. The lover represent and required love and political fertility. In the end, there is no need for the youth to grieve because he cannot consummate his love. The consolation of living forever in art being enough to balance things out. The second stanza with this unusual syntax slow the readers down with its many medial pauses and forced on the pros and cons of the real and the അബ്സ്ട്രാക്റ്റ്. ഇവിടെ പോയറ്റ് ആ മരത്തിൻ്റെ കീഴിൽ പരസ്പരം കിസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഫെയർ യൂത്തിനെയാണ് പറയുന്നത്. അവർക്കൊരിക്കലും കിസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരുടെ ഫേസിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു ജിജ്ഞാസയും ആ ഒരു ആഗ്രഹവും എല്ലാം ഉണ്ട്. നിങ്ങൾ പക്ഷേ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത ലവേഴ്സാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അത്ഭുതവും ആ ഒരു ജിജ്ഞാസയും എല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെയുള്ള ആ ഒരു ചിന്തയും അതറിയാനുള്ള ആഗ്രഹവും സന്തോഷവും എല്ലാം എന്നും നിലനിൽക്കും. ഈ ഏൺ എത്ര നാളുണ്ടോ അത്രയും നാൾ നിങ്ങളുടെ സന്തോഷവും ആഗ്രഹങ്ങളും എല്ലാം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിസ് ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കാരണമില്ല. കാരണം നിങ്ങൾ ജീവിക്കുന്നതൊരു ആർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ കേൾക്കുന്ന മ്യൂസിക് നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ സാധിക്കും. ഈ മരത്തിൽ എന്നും ഇലകളോടുകൂടി അത് സുന്ദരിയായിട്ട് നിൽക്കും. നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവും എന്തൊക്കെയാണ് പോയറ്റ് ഇവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് ആ ഏണിലുള്ള പിക്ചേഴ്സ് എല്ലാം സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കും. അതിപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര നാളായാലും ആ ഏണിലെ പിക്ചേഴ്സ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കും. ഇനി സ്റ്റാൻസ 3 നോക്കാം. ആൻഡ് ഹാപ്പി ഹാപ്പി ബോട്ട്സ് ദാറ്റ് കനോട്ട് ഷെഡ് you leaves nor ever bid the spring ado, and happy melodious unweird, for ever piping songs, for ever new, more happy love, for ever painting and for ever young, all breathing human passion for above, that loves a heart high sorrowful and cloud, a burning forehead and a parting tongue. ഇവിടെ ലൈൻ 21-22 നോക്കാം. Happy happy boats that cannot shed, you leaves not ever bid the spring ado. ഇവിടെ the branches of the trees never lost their leaves because the world of the earth never changed. In this case it's always springtime and the tree is always green. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ മരത്തിൻ്റെ ബ്രാഞ്ചസിന് ഒരിക്കലും അതിൻ്റെ ലീവ്സിന് നഷ്ടമില്ല. കാരണം ഈ ഏണിൻ്റെ ഉള്ളിലെ വേൾഡ് ഒരിക്കലും മാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും സ്പ്രിംഗ് ടൈം ആയിരിക്കും. ഈ മരങ്ങളിൽ എപ്പോഴും പച്ചപ്പും ഉണ്ടായിരിക്കും. After repeating the word never twice in the line 17, the speaker seems to have decided that repeating words is his new thing, and he does it a bunch of time. In the stanza, he used the word happy twice in a row in the line 21. He also continues to talk to object that can't respond to him, like the broad or branches of the tree depicted on the urn. Finally, he continues to treat the urn as real place and one never never change. അപ്പോൾ ഈ ലൈൻസിൽ എന്താണെന്ന് മനസ്സിലായില്ല. ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന നെവർ എന്ന് 17 ലൈൻ 17 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പുതിയൊരു ടെക്നിക്ക് പോലെ അദ്ദേഹം ഈ ലൈൻസിൽ ഹാപ്പി എന്ന് ട്വൈസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 21st ലൈനിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാത്ത ഒബ്ജക്റ്റിനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയാണ് ഇവിടെ പോകുന്നത്. അതേപോലെ അത് മാത്രമല്ല, ഫൈനലി ഈ ഏണിനെ ഒരു റിയൽ പ്ലേസ് പോലെ കൺസിഡർ ചെയ്യാനും തുടങ്ങി. ഒരിക്കലും മാറാത്ത ഒരു പ്ലേസ് പോലെ കൺസിഡർ ചെയ്യാനും പോയിട്ട് തുടങ്ങി. To bid adieu is to say goodbye in French, which with the expectation that you won't see someone again for a long time. Fortunately, the tree branches, they never have to say goodbye to the spring, which will never be replaced by summer in the world. മനസ്സിലായല്ലോ? ഐഡിയ എന്ന് വെച്ചാൽ ഫ്രഞ്ചിൽ ഗുഡ് ബൈ എന്നാണ് അതിൻ്റെ മീനിങ്. ഇവിടെ പോയിട്ട് പറയുന്നത് ഈ ട്രീ ബ്രാഞ്ചസിന് ഒരിക്കലും ഈ ലീവ്സിനോട് ഗുഡ് ബൈ പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കലും ഈ ബ്രാഞ്ചസിന് ഈ ലീവ്സിനെ നഷ്ടപ്പെടില്ല. ഇനി ലൈൻ 23-24 നോക്കാം. ആൻഡ് ഹാപ്പി മെലഡീസ് അൺവേർഡ് ഫോർ എവർ പൈപ്പിംഗ് സോങ് ഫോർ എവർ ന്യൂ. These lines make us think that the speaker is still talking about the second scene of the urn, the young musician playing the pipe under the trees.
Now he calls him a melodist. The melodist, you probably won't be shocked to learn, is also happy like everyone else in the world. He is also unwearied, which means he never get tired. ഇവിടെ പോയിട്ട് അദ്ദേഹത്തെ തന്നെ മെലഡിയസ്റ്റ് എന്ന് വിളിക്കുകയാണ്. In this poem, you might notice that the word has an ancient and the end, so that the real unweird, what that about? What means the Keats want you to pronounce the word with 4 syllables, un-wear-i-ed, and instead of 3. He does this to preserve a perfect 10-syllable iambic pentameter. Okay, in this line 24, the speaker says that the song played on the musician are always fresh and new. Again, that's because the word of earn never change. ഇവിടെ പറയുന്നത് എന്താണ്, ഈ മ്യൂസീഷ്യൻ്റെ മ്യൂസിക് എപ്പോഴും ഫ്രഷും ന്യൂവും തന്നെ ആയിരിക്കും. കാരണം എന്താണ്, ഈ ഏണിൻ്റെ ലോകം ഒരിക്കലും മാറില്ല. നമ്മളൊന്ന് നോക്കിക്കേ, നമ്മളുടെ ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ ഓരോ മ്യൂസിക്കും മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ വർഷം കേട്ട പാട്ട് നമ്മൾ ഈ വർഷം കേൾക്കാറേ ഇല്ല. പോട്ടെ, 2 മാസം മുന്നേ ഹിറ്റായ സോങ് ആയിരിക്കില്ല ഇപ്പോൾ ഹിറ്റാവുന്നത് അല്ലേ. അത് ആ ഒരു ട്രെൻഡും മൂഡും ആ ഒരു നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം അനുസരിച്ച്, അറ്റ്മോസ്ഫിയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു മെൻ്റൽ, നമ്മളുടെ ഒരു സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതായിട്ടിരിക്കും ഒരു സോങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് ലിറ്ററേച്ചറൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലേ. ഇപ്പോൾ ഒരു ഫിലിമിലെ പുതിയ പാട്ടാണെങ്കിൽ തന്നെ അതിങ്ങനെ ഒരു ട്രെൻഡ് വണ്ണായിട്ട് ഇങ്ങനെ എപ്പോഴും നിൽക്കില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഏണിൽ ഇരുന്ന് ആ ഒരു മ്യൂസീഷ്യൻ പാടുന്ന പാട്ട് എന്നും ട്രെൻഡിങ് ആയിരിക്കും, എന്നും ബ്യൂട്ടിഫുൾ ആയിരിക്കും, എന്നും മെലഡി ആയിരിക്കും, എന്നും സ്വീറ്റ് ആയിരിക്കും എന്നൊക്കെയാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഇനി ലൈൻ 25 നോക്കാം. മോർ ഹാപ്പി ലവ്. This is a place where a lot of readers think the speaker starts to go off in his own world. You could also read this line as the speaker encouraging the musician to keep playing by calling the 4 more song. He thinks the music and the love go hand in hand. So more music means more love. അപ്പോൾ ഇവിടെ ആ പോയറ്റ് ആ ഒരു മ്യൂസീഷ്യനോട് പറയാണ്, വീണ്ടും വായിക്കൂ എന്ന് പറയുകയാണ്. അതായത് എവിടെയാണോ കൂടുതൽ മ്യൂസിക് ഉള്ളത് അവിടെ കൂടുതൽ ലവ് ഉണ്ടാകും എന്നല്ലേ പറയുന്നത്. അതുപോലെ ഇനി ലൈൻ 26 and 27 നോക്കാം. Forever warmth and still to be enjoyed, forever painting and forever young. Okay, this time we had the talk, the birds and the bees. When it's come to sex, lot of people think that the most exciting part is definitely before the act itself. It is the time to attract and pursuit. By contrast, after is the time when people often wonder what they were so worked up about. On the longer time scale, the same holds true for the love affairs. They are usually most excited in the beginning before things settle down into the routine. The speaker seems to have returned to the first image on the urn, that of the men or good gods chase a bunch of women, and he imagines that everyone in the scene is at the peak of erotic excitement, and the men are just about to catch the woman but they haven't yet, so they always have a big moment ahead of them. Line 26 refers to the bodies of the women which are warm and still to be enjoyed. Line 27 refers of both men and women who are painting from their chairs. Keeping in his mode of representation, the speaker keeps using the word forever to make the point that the people on the urn are frozen in the time. The word of art is eternal. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് മനസ്സിലായല്ലോ. ഇവിടെ നോക്കിയാൽ ഇവിടെ പറയുന്നത് സ്നേഹിക്കുന്ന ലവേഴ്സ് ബിഗിനിങ്ങിലായിരിക്കും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അതായത് ലവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം എക്സൈറ്റിംഗ് ആയിരിക്കും. അവിടെ ആ വുമണിനെ ആ മനുഷ്യർ ചേസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ആ സ്ത്രീ അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷേ കയ്യെത്തുന്ന ദൂരത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ആ മനുഷ്യർ ആ ഒരു ഇറിയോട്ടിക് എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിലാണ്. അതുപോലെ തന്നെയാണ് ആ ലവേഴ്സും. അവരുടെ കിസ് ചെയ്യാനായിട്ട് പോകുന്ന ആ ലവേഴ്സില്ലേ, പക്ഷേ അവർ കിസ് ചെയ്തിട്ടില്ല. സോ അവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്ക് ലെവലിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഫോർ എവർ എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ദിസ് ഏൺ ആർ ഫ്രോസൺ ഇൻ ദ ടൈം, സോ ഫോർ എവർ നിങ്ങൾക്ക് ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ദ വേൾഡ് ഓഫ് ആർട്ട് ഈസ് എറ്റേണൽ.
അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്ത്രീയെ പിടിക്കാൻ പറ്റിയില്ല, അതേപോലെ തന്നെ ഈ സ്വീറ്റ് ലവേഴ്സിനെ അവർക്ക് കിസ് ചെയ്യാൻ സാധിച്ചില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റ് എന്താണോ, ആ ഒരു സ്നേഹം എന്താണോ, ആ ഒരു സ്വീറ്റ്നെസ് എന്താണോ, അത് ഈ ഈ ലോകം ഉള്ളിടത്തോളം കാലം, ഈ ആർട്ട് ജീവനോടെ ഉള്ളിടത്തോളം കാലം ആ ഒരു എക്സൈറ്റ്മെൻറ്റും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഇനി ലൈൻ 28 to 30 നോക്കാം. All breathing human passion for above, that leaves a heart high sorrowful and cloyed, a burning forehead and a preaching tongue. Line 28 has somewhat awakened grammar, like 27 told us about the painting of the lovers. But now these lines might suggest that the lovers are better than or far above the breathing human passion of normal world. ഇവിടെ പോയിട്ട് പറയുന്നത് ഏണിലെ ലവേഴ്സ് എന്ന് പറയുന്നത് ബ്രീത്തിങ് ഹ്യൂമൻ പാഷനേക്കാൾ ഒത്തിരി മുകളിലാണ് എന്നാണ്. ഇതാണ് ഒരു ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ജീവനുള്ളൊരു മനുഷ്യനേക്കാളും മുകളിലാണ് ഈ ആൺ. The word all suggests that the speaker know he belongs to much wider and more populous world than the people on the urn. In the other word, the urn is like a tiny planet that is frozen in the time, while all around it people are moving and breathing and carrying on with their lives. ഇവിടെ ഓൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് സ്പീക്കർ ഉദ്ദേശിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്പീക്കറിന് അറിയാം സ്പീക്കർ ജീവിച്ചിരിക്കുന്ന ഈ ലോകമാണ് മോർ വൈഡർ ആൻഡ് മോർ പോപ്പുലർ ആൻഡ് എവർ ചേഞ്ചിങ്. ഈ ഏണിലുള്ള വേൾഡിനേക്കാളും മോർ ബ്യൂട്ടിഫുൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകമാണെന്ന് ഈ ഓതറിന് അറിയാം. പക്ഷെ ഈ ഏൺ ജീവിക്കുന്ന എവിടെയാണ്? ഒരു ചെറിയ ഫ്രോസൺ ടൈമിലാണ് ഏൺ ജീവിക്കുന്നതെന്നും പോയറ്റിനറിയാം. സോ ഇഫ് ദ സ്പീക്കർ റെപ്രസെൻറ്റ് ദ ഹ്യൂമൻ പാഷൻ ദാറ്റ് ലോക്സ് ഡൗൺ ദ ലിറ്റിൽ വേൾഡ് far above, the line 29 must refer to his heart. When he looks at the happy lovers, the speaker heart become high sorrowful. Cloud, in other words, he feels a dramatic woe is mankind of sadness. ആ ലവേഴ്സിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കൈൻഡ് ഓഫ് സാഡ്നെസ് ഉണ്ടാവുകയാണ്, ഒരു അസൂയ പോലെയൊക്കെ തോന്നുകയാണ്. To be cloyed is to have too much of good things. The speaker is overpowered by the excitement, and instead of a woman and pleased painting, he never feel feverish with the burning forehead and desperately thirst with a parching of tongue. ഇനി നമുക്ക് ഫോർത്ത് സ്റ്റാൻസ നോക്കാം. Who are these coming to sacrifice? To what green altar or mysterious priest leads thou that heifer lowing at the sky, and all her silken flanks with garlands dressed? What little town by river or seashore, or mountain built with peaceful citadel, in embed of this folk, this pious morn, and little town, thy street for ever will silent be, and not a soul to tell why thou art desolate can ever return. ഓക്കെ, ഇനി നമുക്ക് ലൈൻ 31 നോക്കാം. Who are these coming to the sacrifice? Now the speaker is looking to other picture on the urn which depicts an animal sacrifice. ഇവിടെ ഇത്രയും നേരം ലവറും സെക്സും മ്യൂസിക്കും മെലഡിയും ഒക്കെയാണ് പോയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നത് എങ്കിൽ ഫോർത്ത് സ്റ്റാൻസ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന പിക്ചർ വേറെയാണ്. ഒരു ആനിമലിനെ സാക്രിഫൈസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇമേജാണ്, അല്ലെങ്കിൽ ബലി കൊടുക്കാൻ കൊണ്ടുപോകുന്ന ഒരു ആനിമലിൻ്റെ ഇമേജാണ് ഇവിടെ പോയിട്ട് കാണുന്നത്. ഇനി നെക്സ്റ്റ് ലൈൻസ് 32 to 34 നോക്കാം. To what green altar or mysterious priest leads thou the heifer lowing at the sky stressed, and all her silken flank with garlandest? Now our speaker talks to the priest on the urn, asking him where are you headed. He wants to know what green altar he is taking to the cow or heifer. In classical times, an altar was a place where sacrifices were carried out, and this is one covered with leaves and vegetations that make it green. The poor cow must know what's coming because it mourns or lows at the sky. Its side are dressed in a strung or garlands of flowers, and the cow is holy object designed for God. ഇവിടെ ഒരു പ്രീസ്റ്റ്, ഒരു പൂജാരി ഒരു കൗവിനെ ബലി കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പോയിട്ട് കാണുന്നത്. അൾട്ടാർ എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ടൈംസിലുള്ള ഒരു സ്ഥലമാണ്. ഈ ബലിയൊക്കെ അല്ലെങ്കിൽ കൊടുക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ കുരുതിയൊക്കെ കൊടുക്കുന്ന സ്ഥലം ആണ്. അതിനെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ആ പശുവിനെ കവർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ലീവ്സ് ആൻഡ് വെജിറ്റേഷൻ കൊണ്ട്. സോ ദാറ്റ് ഇറ്റ് മേക്ക്
ഇറ്റ് മേക്ക് ഇറ്റ് ഗ്രീൻ. പിന്നെ അതിനെ പൂക്കൾ കൊണ്ട് കെട്ടിയ മാലയൊക്കെ അണിയിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കൗ ഒരു ഹോളി ഒബ്ജക്റ്റായിട്ടാണ്, ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഹോളി ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. പിന്നെ പോയിറ്റ് പറയുന്നത് കൗവിന് അറിയാം, അല്ലെങ്കിൽ എന്താണ് ഇനി അതിന് സംഭവിക്കാൻ പോകുന്നത്, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൗവിനറിയാം. അതെങ്ങനെയാണ് പോയിറ്റിന് മനസ്സിലായത്? കൗവിന് ഈ കാര്യങ്ങൾ അറിയാമെന്ന് പോയിറ്റിന് എങ്ങനെ മനസ്സിലായി? പോയിറ്റിന് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ബിക്കോസ് അത് ഇടയ്ക്കിടയ്ക്ക് ആ കൗ ഇടയ്ക്കിടയ്ക്ക് സ്കൈയിൽ നോക്കി മോൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കി സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങ് പറയുകയാണ് നമ്മുടെ കൗവിന് അറിയാമെന്ന്. ഇനി നെക്സ്റ്റ് ലൈൻ 35 to 37 നോക്കാം. What little town by river or seashore or mountain built with peaceful city and is embedded of this folk, this pious mourn. Okay, now we can piece together the whole third scenes. There is a priest, a cow, a green altar, and a crowd of people following behind in anticipation of sacrifice. അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻസയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുമിച്ച് നോക്കാം. ഒരു പ്രീസ്റ്റ് ഉണ്ട്, ഒരു പശു ഉണ്ട്, ഗ്രീൻ അൾട്ടാർ ഉണ്ട്, പിന്നെ ക്രൗഡ് ഓഫ് പീപ്പിൾ ഉണ്ട്. ആ സാക്രിഫൈസിന് വേണ്ടി പ്രീസ്റ്റിനെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു ക്രൗഡ് തന്നെയുണ്ട്. ദ സ്പീക്കർ infer that the crowd must have come from somewhere, from some little town, but the town isn't depicted, so he to imagine what it must be look like. He imagines things in the world of the urn just like we the reader imagine what is going on the poem. Very curious. This scene doesn't have anything beside people and cow in it, but it comes up a few guesses and to what the town looks like. It is either by a river, a seashore or a mountain. അപ്പോൾ പോയറ്റ് ഇവിടെ പറയുന്നുണ്ട് ഈ ഫോളോ ചെയ്തു വരുന്ന ക്രൗഡ് ഏതോ ഒരു ടൗണിൽ നിന്ന് വരുന്നവരാണ്, പക്ഷേ അത് ഏത് ടൗണാണ് എന്ന് നമുക്കറിയില്ല. അത് ഏത് ടൗണാണെന്നാണോ, ആ ടൗണിൻ്റെ പേരെന്താണെന്നോ ഇതിൽ പറഞ്ഞിട്ടില്ല. മേ ബി നമ്മൾ ഇമാജിൻ ചെയ്യുവാണ്. സോ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു എവിടെ നിന്നൊക്കെ ആവാം. മേ ബി അതൊരു നദിയുടെ തീരത്ത് നിന്നാവാം, ഇല്ലെങ്കിൽ ഒരു സീഷോറിൽ നിന്നാവാം, അതും അല്ലെങ്കിൽ മൗണ്ടനിൽ നിന്നാവാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇഫ് ഇറ്റ്സ് ഓൺ എ മൗണ്ടൻ ഹി ഇമാജിൻസ് a small fossils called citadel must protect it, but there isn't a great need to be defended, so the citadel is peaceful. This truly is a perfect world. Everyone is outside enjoying the weather and looking forward to the ritual. The town is emptied because it is a pious or holy morning. The ancient Greeks were pagans who believed in lot of different human-like gods representing natural events like the sun and season. ഇവിടെ എന്താ പോയിട്ട് പറയുന്നത്? ഇത് ശരിക്കും ഒരു പെർഫെക്റ്റ് വേൾഡാണ്. എല്ലാവരും പുറത്ത് എന്ത് ചെയ്യുവാണ്? എൻജോയ് ചെയ്യുന്നു. വെതർ, ഈ കാലാവസ്ഥയും അതേപോലെ ആ ബലി ചെയ്യാൻ പോകുന്ന ഇവിടെ നടക്കാൻ പോകുന്ന ആ ഒരു ചടങ്ങും ഒക്കെ എന്താണെന്നിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രീക്കിൽ അവരുടെ വിശ്വാസത്തിൽ ഹ്യൂമൻ ലൈക്ക് ഗോഡ്സ് ഉണ്ട്, റെപ്രസെൻറ്റിങ് നാച്ചുറൽ ഈവൻറ്റ്സ്. പിന്നെ സൂര്യൻ, അങ്ങനെ ഓരോ സീസൺസിനുമൊക്കെ ഓരോ ദൈവങ്ങളുണ്ട്. ഇനി ലൈൻ 38 to 40 നോക്കാം. And little town, thy street for evermore will silent be, and not a soul to tell why thou art desolate can ever return. The speaker take to the town to inform if that's a street will always be silent and desolated of people. Although the speaker knows that everyone is headed to sacrifice, he doesn't know what the sacrifice is for, and he never find out because there is not a soul to tell the reason for the holiday. പിന്നെ പറയുന്നത് ആ ടൗണിൽ ഇനി എപ്പോഴും സൈലൻ്റ് ആയിരിക്കും, കാരണം ഇനി അവിടെ ജനങ്ങളുണ്ടാവില്ല. എല്ലാവരും ഈ ബലി എന്ന് പറയുന്ന ഈ ചടങ്ങ് കാണാൻ വേണ്ടി ഈ പ്രീസ്റ്റിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോന്നപ്പോൾ ആ ഒരു വില്ലേജ് അല്ലെങ്കിൽ ആ ഒരു നഗരം അത് എംപ്റ്റി ആയി. സോ ഇനി ആ ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ ഇനി ജനങ്ങളുണ്ടാവില്ല. ഇവർക്കിനി തിരിച്ചു പോകാനും സാധിക്കില്ലല്ലോ. കാരണം എന്താണ്, അവർക്കിനി ഈ ഒരു ചടങ്ങിൽ ഈ ഒരു പിക്ചറിലല്ല അവർക്ക് തിരിച്ചിനി ആ നാട്ടിൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫോർ എവർ ആ നാട് എംപ്റ്റി ആണ്. പിന്നെ സ്പീക്കർ പറയുന്നത് എല്ലാവരും ഈ സാക്രിഫൈസ് കാണാനൊക്കെ പോകുന്നുണ്ട്, ഇവിടെയുണ്ട്, പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവരിവിടെ നടത്തുന്നത്, അത് എന്തിനാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ആരും തന്നെ അത് പറഞ്ഞു തരാനില്ല. അത് മാത്രമല്ല, ബിക്കോസ് ദർ ഈസ് നോട്ട് എ സോൾ ടു ടെൽ ദ റീസൺ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. O Altic shape, fair attitude with breed of marble men and maidens overwood, with forest branches and trodden weeds,
though silent form, though steers us out of thought, as doth eternity called pastoral. When old age shall this generation waste, thou shalt remain in midst of their woes. Than ours, a friend to man, to whom thou sayest, beauty is truth, truth beauty. That is all, yeah, no, on earth and all yeah need to know. Okay. അപ്പോൾ ഇനി നമുക്ക് ലൈൻ 41, 42 ആൻഡ് 43 ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓ ആറ്റിക് ഷേപ്പ് ഫെയർ ആറ്റിറ്റ്യൂഡ് വിത്ത് ബ്രീഡ് ഓർ മാർബിൾ മെൻ ആൻഡ് മെയ്ഡൻ ഓവർ വുഡ് വിത്ത് ഫോറസ്റ്റ് ബ്രാഞ്ചസ് ആൻഡ് ദ ട്രോഡൻ weeds. Compared to the streaming stanza 3rd and 4 was a mellow, low-key affair, but the last stanza, the speaker suddenly gets excited again. He start yelling about the beautiful appearance of urn, as if nothing is it for the first time. He has repute over its Attic shape, which just means it has a distinctively Greek appearance, and its fair attitude with means a graceful posture. The lovers are braided together in the celestial marble, which is wild image. It makes the carving sound complicated and ornated. Indeed, the speaker calls the depiction overwood or too complicated. There is just too much detail and craftsmanship. This might remind us of the use of word cloyed in the stanza 3, another occasion where the speaker thought that the urn artistry was just too rich. ഇവിടെ ഈ ഏണിൻ്റെ ബ്യൂട്ടിയാണ്, അതിൻ്റെ പെർഫെക്ഷനൊക്കെയാണ് പറയുന്നത്. പോയറ്റ് ഈ ഏണിനെ ബ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസിലൊക്കെ അട്രാക്റ്റഡ് ആണ്. അതിൽ കൊത്തിവെച്ചിരിക്കുന്ന പിക്ചേഴ്സും അതേപോലെ ബ്യൂട്ടിയാണ് എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഇതിൽ കൊത്തിവെച്ചിരിക്കുന്ന ഇമേജസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് ആണ് ഇതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. വി ഓൾറെഡി മെൻഷൻ ദാറ്റ് ദ ഏൺ ഹാസ് ഡെക്കറേറ്റീവ് ഇമേജ് ഓഫ് പ്ലാന്റ്സ് all over it, and now the speaker is annoyed with the forest branches and trodden weeds that seems to be choking the poem with vegetation. They get in the way and make the urn look crowded. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ കൂടുതൽ ഫ്ലവറും ലീവ്സിൻ്റെ ഇമേജസൊക്കെയാണ് ഉള്ളതെന്ന്. പക്ഷേ ഇപ്പോൾ പോയിട്ടിന് ദേഷ്യം വരെയാണ്. ഈ ഒരു ഏണിൽ ഫുള്ള് വീട് അറിയാലോ, കളകളും അതേപോലെ തന്നെ ലീവ്സും ഒക്കെ കൊണ്ട് ഇങ്ങനെ ആകെപ്പാട്ടൊരു വെജിറ്റേഷൻ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെയാണ് എന്ന് പറയുന്നത്. ഹീസ് സ്റ്റാർട്ടിങ് ടു ഹാവ് സം സീരിയസ് മിക്സ്ഡ് ഫീലിംഗ് അബൌട്ട് ദ ഏൺ. ഹി പ്രേസ് ഇറ്റ് ആൻഡ് ഡിസ് ഇറ്റ് വിത്ത് ദ 2 lines. He's basically saying you have a nice body but you are trying way too hard to look fancy. And ഇനി നമുക്ക് ലൈൻ 44 and 45 നോക്കാം. Though silent form, those tease us out of thought, as doth eternity called pastoral. He starts out pointing his fingers at the urn. You that right, you the quiet one. So far he's being a very one-side conversation, and now he's trying to get the urn to be more involved. ഇവിടെ പോയിട്ട് ഏണിനോട് പറയുകയാണ് ഇതൊരു വൺ സൈഡ് കോൺവെർസേഷൻ പോലെയായി മാറുകയാണ്. ഏൺ വാണ്ട് ടു ബി മോർ ഇൻവോൾവ്, നീ എന്നോട് തിരിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ്. ഹി സേസ് ദാറ്റ് ദ ഏൺ ഈസ് സോ മിസ്റ്റീരിയസ് ആൻഡ് ബാഫിംഗ് ദാറ്റ് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു think about. Our speaker uses the word tease, which has at least 2 meanings. The first is one we were familiar with, mockery. The second is separate or disentangled. We think the second meaning is actually the primary one here. The poet compared the experience of looking at the urn to thinking about eternity, an idea so lofty and hard to understand that trying to think about it is like not thinking at all. The speaker has been setting up this comparison between the world of urn and eternity and the entire poem. He views the urn as a world where things never change and can never be destroyed, which is pretty much the definition of eternity, except of course it is urn break. ഇവിടെ പോയറ്റ് ഈ ഏണിൻ്റെ ലോകത്തെ എറ്റേണിറ്റി ഓഫ് ദ എൻറ്റയർ പോയം കൂടെ കമ്പയർ ചെയ്യുവാണ്. പോയറ്റ് പറയാണ് ഈ ഏൺ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ല, എപ്പോൾ വരെ, ഈ ഏൺ ബ്രേക്ക് ആവുന്നത് വരെ. ഓക്കെ, ഫൈനലി ഹി calls the scene depicted on the urn a call pastoral. Pastoral imagery concern nature and symbol country life. So it's an appropriate word in the context of image peaceful town, young lovers and bright green trees. ഇവിടെ ഏണിനെ കോൾ പാസ്റ്ററൽ എന്ന പോയറ്റ് വിളിക്കുകയാണ്.
എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇതിൽ? കൺസേൺ നേച്ചർ ഉണ്ട്, സിമ്പിൾ കൺട്രി ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഇതൊരു അപ്രോപ്രിയേറ്റ് വേൾഡാണ് എന്ന് പറയുന്നതാവും ശരി. ഒരു പീസ്ഫുൾ ടൗൺ, പിന്നെ യങ് ലവേഴ്സ് ഉണ്ട്, ബ്രൈറ്റ് ഗ്രീൻ ട്രീസ് ഒക്കെ ഉള്ളൊരു പീസ്ഫുൾ ബ്യൂട്ടിഫുൾ ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ടൗൺ എന്നാണ് ഇവിടെ പോയിച്ച് പറയുന്നത്. ഹി ലൈക്സ് ഹൗ ദ വേൾഡ് ഓഫ് ദ ഏൺ സീം സോ foreign from human life that is hard to even think about. And you might compare the feeling to looking at remote stars and planets, which seems cold and indifferent but also provide a sense of beauty and comfort. ഇവിടെ അദ്ദേഹത്തിന് ആ ഏണിലുള്ള വേൾഡ് ഇപ്പോഴത്തെ വേൾഡിനേക്കാളും കൂടുതൽ ഇഷ്ടമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൈൻ 46 to 48 നോക്കാം. When all days shall this generation waste, thou shalt remain in midst of other woe than our, the friend to man, to whom thou sayest. Here comes old age like the villain with a flamethrower on an action movie to waste an entire generation of people, the speaker's generation. The speaker imagines that after everyone in his generation is dead, the urn will still be around. The problem or woe of the present generation will have been replaced by new problems. But the urn, like a good therapist and a friend of man, won't be lacking in advices to give new generation. ഇവിടെ പോയിട്ട് പറയുന്നത് നമ്മളൊക്കെ പ്രായമായി മരിക്കും. അങ്ങനെ പല ജനറേഷനും ഇവിടെ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷൻ വരും, അവരും പ്രായമാവും, അവരും മരിക്കും. അങ്ങനെ പല ജനറേഷൻസും കടന്നു പോകും. പക്ഷേ ഈ ഏൺ എന്നും ഇവിടെ ഇങ്ങനെ തന്നെ ഇതേ ബ്യൂട്ടിയോടുകൂടി ഇതേ ഫ്രഷ്നെസ്സോടുകൂടി തന്നെ നിലനിൽക്കും. ഈ പ്രസൻറ്റ് ജനറേഷനിലുള്ളവരും ഉള്ളവരുടെ പ്രോബ്ലംസ് പോലെ തന്നെ അടുത്ത ജനറേഷനിലുള്ളവർക്കും പ്രോബ്ലംസൊക്കെ ഉണ്ടാവും ഇല്ലേ? നമ്മുടെ മുന്നത്തെ ജനറേഷൻസിനുണ്ടായിരുന്ന പ്രോബ്ലംസ് വേറെ ആണെങ്കിൽ നമുക്ക് വേറെ പ്രോബ്ലംസ് ആണുള്ളത് അല്ലേ? അതുപോലെ എല്ലാ ജനറേഷൻസിനും ഓരോ പുതിയ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെയുള്ളൊരു നല്ല ഒരു മരുന്നായിട്ട് അല്ലെങ്കിൽ ഓരോ ജനറേഷനുമുള്ള ഒരു നല്ല ഫ്രണ്ടായിട്ട് ഒരു നല്ല തെറാപ്പിസ്റ്റായിട്ട് ഈ ഏൺ എന്നും ഇവിടെ തന്നെ കാണും. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കാനും അതേപോലെ ഇൻഫാക്റ്റ് അത് ഇനി എത്ര ജനറേഷൻ വന്നാലും ഈ ഏൺ കൊടുക്കാൻ പോകുന്ന ഉപദേശങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. കാരണം ഇതിലുള്ള പിക്ചറല്ലേ ഉപദേശമായിട്ട് കൊടുക്കുന്നത്. It has always given the same advice to everyone throughout history, which is. ഇനി അടുത്ത 2 ലൈനാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈൻ എന്ന് നമുക്ക് പറയാം. അത് the next 2 lines are some of the most immortal ever written. Line 49 and 50. Beauty is truth, truth beauty. That is all you know on earth, and all you need to know. Oh, it is so simple. Beauty and truth are the same thing. Wait, no, that make no sense at all. If beauty and truth are the same thing, why do we all have 2 different words for them? ഇവിടെ എന്താ ബ്യൂട്ടിയും ട്രൂത്തും സെയിം തിങ് ആണ് എന്നൊന്നും അല്ല ഇവിടെ പോയിച്ച് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇത് 2 വേർഡ്സിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. To say that beauty and truth are the same thing has usually been taken to mean that there is no truth outside of art. We all are talking a big truth, the life meaning, like the meaning of life truth. We all think he is using beauty to refer the more than just pretty picture and writing. He is referring to anything that gives us a sense of grandeur and the meaning larger than ourselves, including the art of the universe, nature. ഇവിടെ ട്രൂത്തും ബ്യൂട്ടി എന്ന് പറയുന്നത് ആർട്ടിനെ പറ്റിയോ ഈ ഏണിൻ്റെ ബ്യൂട്ടിയെ പറ്റിയോ ഒന്നുമല്ല. ഈ ഏണിൽ വരച്ചേക്കുന്ന പിക്ചറിൻ്റെ ബ്യൂട്ടിയെ പറ്റിയോ ഒന്നുമല്ല. ടോക്കിംഗ് അബൌട്ട് ദ ബിഗ് ട്രൂത്ത്, അതായത് നമ്മുടെ ലൈഫിൻ്റെ ട്രൂത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇവിടെ പോയിച്ച് ബ്യൂട്ടി എന്ന് ഉദ്ദേശിച്ചത് ആ പ്രിട്ടി പിക്ചേഴ്സിനെയോ അല്ലെങ്കിൽ ആ റൈറ്റിങ്സിനെയോ ലിറ്ററേച്ചറോ ഒന്നുമല്ല. സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ അല്ലെങ്കിൽ എ മീനിങ് ലാർജർ ദാൻ അവർ സെൽഫ്. Truth is not something that can be taught. It's too remote and complicated, like the idea of eternity. It can only be felt. The speaker thinks that we don't need truth that can be expressed in words. The experience of beauty is enough. Enough for what? Well, perhaps to lead a good, fulfilling, meaningful life. There are a lot of things we had like to know about the world,
like why suffering exists, but we don't need to know such things. Beauty is the only absolutely necessary idea. ഇവിടെ പോയിച്ച് പറയുന്നത് ട്രൂത്ത് എന്ന് പറയുന്ന ഒന്ന് നമ്മളെ പഠിപ്പിച്ച് തരേണ്ട ഒരു സാധനം, ഇതാണ് ട്രൂത്ത് എന്ന് പറഞ്ഞ് നമ്മളെ കാണാപ്പാടം പഠിപ്പിക്കേണ്ട ഒരു സാധനമൊന്നും അല്ല ഈ ട്രൂത്ത് എന്ന് പറയുന്നത്. അത് ടു റിമോട്ടും അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡുമാണ്. അത് നമ്മൾ അറിയേണ്ട, സത്യമെന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ടതാണ്. ഇത് സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലാതെ നമ്മളെ പഠിപ്പിച്ച് തരേണ്ട കാര്യമല്ല. ആൻഡ് ഇറ്റ് ഈസ് റിയലി കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലിക്കേറ്റഡ് ലൈക്ക് എറ്റേണിറ്റി. അത് നമുക്ക് ഫെൽറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുപോലെ ട്രൂത്തിനെ നമ്മൾ വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യേണ്ട ഒന്നല്ല, അത് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ അറിയേണ്ട, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. ട്രൂത്ത് ആൻഡ് ബ്യൂട്ടി നല്ലൊരു ഫുൾഫില്ലിങ് മീനിങ് ലൈഫ് ലീഡ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ ട്രൂത്ത് ആൻഡ് ബ്യൂട്ടി എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് ഈസ് ആക്ച്വലി സൂപ്പർ റാഡിക്കൽ ആൻഡ് ഇറ്റ്സ് വാട്ട് മേക്ക് കീറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് റൊമാൻറ്റിക് ഓഫ് റൊമാൻറ്റിക്സ്. If you take it to an extreme, you don't need to offer truth of a religious or philosophical text, history books, celebrity magazine or whatever else people gets their idea. You don't need truth, they are passed down through tradition. And ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് ഈ പോയത്തിൽ നോക്കിയത്. നമ്മൾ ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ വൈസ് അനാലിസിസിൽ ഒരു ലൈൻ ബൈ ലൈൻ അനാലിസിസാണ് ചെയ്തതെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ പവർ പോയിന്റിൽ ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണെന്നും അതെന്താണെന്നുള്ളത് ഒരു അത്യാവശ്യം മനസ്സിലാവുന്ന പോലെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഞാനത് വലിയ കാര്യമായിട്ട് എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, കാരണം ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഏതൊക്കെ ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ആ പവർ പോയിന്റ് നോക്കി അത് ജസ്റ്റ് നോട്ട് ചെയ്താൽ നന്നായിരിക്കും. ഇതിൽ ആൽട്രേഷൻ ഉണ്ട്, അസോണൻസ് ഉണ്ട്, പിന്നെ ചാസ്മസ് ഉണ്ട്, എൻജായ്മെൻ്റ് ഉണ്ട്, പെർസോണിഫിക്കേഷനൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. PPTയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ പോയത്തിൻ്റെ മീറ്റർ എന്താണ്? Odd on a Grecian urn has a basic iambic pentameter template, but many lines are altered meterly when help vary to rhyme, rhythm and also place specific emphasis on certain words. ഇതിൽ ഒരു ബേസിക് ഇയാമ്പിക് പെൻഡാമീറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്, പക്ഷേ ചിലതൊക്കെ വേരി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ഹാസ് ആൻ അൺയൂഷ്വൽ റൈമിംഗ് സ്കീമാണ്, ബിക്കോസ് ഇറ്റ്സ് ചേഞ്ച് ഇൻ certain ലൈൻസിൽ ഇതിൻ്റെ റൈമിംഗ് സ്കീമൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാൻസ 1 and 5 ഒന്നാമത്തെയും അതായത് ആദ്യത്തെയും അവസാനത്തെയും സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ABAB CDE DCE. ഇതാണ് ഒന്നാമത്തെയും അഞ്ചാമത്തെയും സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം ABA BCD ECED ആണ്. മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം ABAB CDE CDE ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പോയത്തിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ പോയം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ കൊടുക്കുന്നുണ്ട്, മെയിൽ ചെയ്താലും മതിയാവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.